ഈ കണ്ണൂർ അടയ്ക്കാത്തോട് മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായെന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വണ്ണത്തിൽ ഉരുൾപൊട്ടിയെന്നാണ് സംശയിക്കുന്നത്. കൊട്ടിയൂർ, മന്നഞ്ചേരി, ചെട്ടിയാമറമ്പ് ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ട്. 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയെന്ന വിവരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ മേഖല നേരത്തെ സജു പറഞ്ഞതുപോലെ ഈ മലയോര മേഖല, കിഴക്കൻ മലയോര മേഖലയൊക്കെ തന്നെ കണ്ണൂരിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നു എന്നാണോ? പ്രജിനി, ഈ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടർച്ചയായി ലഭിക്കുന്നുണ്ട്. ഈ കേളകം പഞ്ചായത്തിലാണ് കാര്യമായ മലവെള്ളപ്പാച്ചിലും മഴക്കെടുതിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് അവിടെ ആ മേഖലയിൽ മാത്രം 3 മണിക്കൂറോളം തുടർച്ചയായി അതിശക്തമായ മഴ ലഭ്യമായി. രാവിലെ മുതൽ മഴ തുടരുന്നുണ്ട്, പക്ഷേ 3 മണിക്കൂറോളം അതിശക്തമായ മഴ അവിടെ ലഭ്യമായി. അതിന് പിന്നാലെയാണ് ശാന്തിഗിരിയോട് ചേർന്ന്, അതായത് കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോടിനടുത്ത പ്രദേശമാണ് ശാന്തിഗിരി. ആ ശാന്തിഗിരിയുടെ മുകൾ ഭാഗം പിന്നീട് കർണാടക റിസർവ് വനമാണ്. ആ ഭാഗത്ത് ഉരുൾപൊട്ടിയെന്നൊരു സംശയമുണ്ട്. വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ട്. അവിടെ താഴേക്ക് വലിയ തോതിൽ ജലം കുത്തിയൊലിച്ച് എത്തി. അവിടെ നിന്ന് 7 കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും അറിയിക്കുന്നത്. ഒപ്പം ആ മേഖലയിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ മന്നഞ്ചേരി, അവിടെ SNDP സ്കൂൾ, ഒപ്പം ചെട്ടിയാമ്പറമ്പിലെ ഗവൺമെൻറ് സ്കൂൾ, ആ സ്കൂളിനകത്തേക്കുമൊക്കെ വെള്ളം കയറുന്ന നിലയുണ്ടായി. വിവിധ കൃഷിയിടങ്ങളും അവിടെയുള്ള ചെറുതോടുകളും പുഴകളുമൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന നിലയുണ്ട്. അതിശക്തമായ മഴ ആ മേഖലയിൽ മാത്രമല്ല, വിവിധയിടങ്ങളിൽ കൊട്ടിയൂർ, ആറളം, കേളകം, ഒപ്പം ഉളിക്കലിൻ്റെ മലയോര മേഖല, ഈ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടെയാണ് ആ മേഖലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, പക്ഷേ അതിശക്തമായ ജാഗ്രത വേണം. പലയിടങ്ങളിലും മിന്നൽ ചുഴലി, പലയിടങ്ങളിലും ഉളിക്കൽ മുതൽ ഈ കിഴക്കൻ മലയോര മേഖല അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഇടങ്ങളിൽ അതിശക്തമായ കാറ്റിൽ കൃഷിനാശം, ഒപ്പം വീടുകൾക്ക് കേടുപാട്, അങ്ങനെ വലിയ തോതിലുള്ള മഴക്കെടുതിയും വ്യാപക നാശനഷ്ടമുണ്ട്. അതിനിടെയാണ് ഒരു ഉരുൾപൊട്ടൽ സംശയമുള്ളത്. അതൊരു അപകടകരമായ നിലയിലേക്ക് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അറിയിക്കുന്നത്. പക്ഷേ 7 കുടുംബങ്ങളെ സുരക്ഷിതമായി അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സ്കൂളുകളിലും മറ്റും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടികളെയും ഒക്കെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഒപ്പം ചെട്ടിയാമ്പറമ്പ്, മന്നഞ്ചേരി, കൊട്ടിയൂരിൻ്റെ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെടുന്ന താഴ്ഭാഗങ്ങളിലൊക്കെ കാര്യമായ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിശക്തമായ മഴ കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ശരി, സജു ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.